ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പൊതുഭരണം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് മുന്നേ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതേതാണ്? ആ ചാപ്റ്റർ നമ്മുടെ ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധമൊക്കെയാണ് പറയുന്നത്. ആഫ്റ്റർ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ LDC സിലബസിൽ ഈ 1-ാം ലോക മഹായുദ്ധമോ 2-ാം ലോക മഹായുദ്ധമോ ഒന്നും പറയുന്നില്ല. എങ്കിലും നമ്മൾ ആ ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു എല്ലാ ചാപ്റ്ററും എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ചാപ്റ്റർ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ വിട്ടിട്ടാണ് നമ്മൾ അടുത്തൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കണം. ആ ചാപ്റ്റർ എന്തായാലും പഠിക്കണം. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ നമ്മൾ സിലബസിൽ വരുന്ന പോർഷൻസാണ്. അപ്പോൾ അതുകൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്ഥാപനങ്ങൾ അല്ലേ, നമ്മൾക്കറിയാം നമ്മളെ ചുറ്റിലും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് അവ? സ്കൂളുകളുണ്ട് അല്ലേ, ഹോസ്പിറ്റൽസ് ഉണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്, അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുപാടും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ നിയമങ്ങളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് ഓരോ സ്ഥാപനങ്ങളും. ഈ ഒരു സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ഓരോ നിയമങ്ങളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുക എന്നതാണ് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല. ഇപ്പം ആരോഗ്യപരമായ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ? ചികിത്സാ സൗകര്യം ഒരുക്കുന്നു അല്ലേ. അപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഒരുപാട് നയങ്ങൾ നടപ്പിലാക്കുന്നു. ഈ നയങ്ങളൊക്കെ ഏതിലൂടെയാണ് നടപ്പിലാക്കുന്നത്? ഈ ഒരു ഹോസ്പിറ്റലിലാണ് നടപ്പിലാക്കുന്നത് അല്ലേ. ഈ ഹോസ്പിറ്റൽ എന്ന സംവിധാനത്തിലാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ 1-2 സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? കൃഷിഭവൻ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, പോലീസ് സ്റ്റേഷൻ, സ്കൂള്, നമുക്ക് സുപരിചിതമായ എല്ലാ സ്ഥാപനങ്ങളും അല്ലേ. വ്യത്യസ്ത ചുമതലകളാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത്. എന്താണ്? വ്യത്യസ്ത ചുമതലകളാണ് നിർവഹിക്കുന്നത്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെങ്കിൽ നമുക്ക് ചികിത്സാ സൗകര്യം നൽകുന്നു. കൃഷിഭവൻ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനുകൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ക്രമസമാധാനം പാലിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് രൂപം നൽകുന്ന നയങ്ങളും അതുപോലെ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ഈ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ വികസന പദ്ധതികളും നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നതാണ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ചുമതല എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കുന്നു അല്ലേ, നിയമങ്ങൾ നടപ്പിലാക്കുന്നു, പദ്ധതികൾ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ സ്ഥാപനങ്ങളിലൂടെയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതുപോലെ കൃഷിഭവൻ, ഹോസ്പിറ്റൽ, സ്കൂളുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളിലൂടെയും എന്താണ്? ഗവൺമെൻറ് തങ്ങളുടെ നിയമങ്ങളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നു അല്ലേ. ഈ സ്ഥാപനങ്ങളുടെ ചുമതല അതാണ്. അപ്പോൾ എന്താണ് ഈ പൊതുഭരണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗ്ലാഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഗ്ലാഡൻ, ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇപ്പോൾ പൊതുഭരണം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗ്ലാഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്ലാഡൻ്റെ ഈ വാക്ക് പൊതുഭരണത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു നിർവചനമാണ് അല്ലേ. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗ്ലാഡൻ. അപ്പോൾ
ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ആണ് അല്ലേ? ഗവൺമെൻറ് ആണ് പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിന് ഒരു ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവമൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുഭരണത്തെക്കുറിച്ചൊരു നിർവചനമാണിത് അല്ലേ? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങൾ അതുപോലെ എന്താണ് നയപരിപാടികൾ, നിയമങ്ങൾ, വികസന പദ്ധതികളും നടപ്പിലാക്കണം അല്ലേ? രാജ്യത്ത് എന്ത് നടപ്പിലാക്കണം? നിയമങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കണം, ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ നടപ്പിലാക്കണം, അതുപോലെ എന്താണ് വികസന പദ്ധതികളും നടപ്പിലാക്കണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം എന്താണ്? പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്കൂളുകളായിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ അല്ലേ, ഇതൊക്കെ എന്താണ്? പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് കൂടി നമുക്ക് പറയാം. ഇപ്പം ഈ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ജനക്ഷേമമാണ് അല്ലേ? ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നവയാണ് ഇവയെല്ലാം അല്ലേ? അപ്പോൾ നമുക്ക് പൊതുഭരണം എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലേ? പൊതുഭരണം എന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിക്കുന്നതാണെന്ന് ഗ്ലാഡൻ പറഞ്ഞു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവമൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിന് നമുക്ക് പൊതുഭരണം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം എന്താണ്? പൊതുഭരണ സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം എന്താണ്? ഇതെല്ലാം ഒരു പൊതുഭരണ സംവിധാനത്തിന് കീഴിലാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെല്ലാം എന്താണ്? ഒരു പൊതുഭരണ സംവിധാനമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇനി പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു പദസൂര്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു അല്ലേ? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു. നമ്മുടെ പൊതുഭരണത്തിൻ്റെ സംവിധാനങ്ങളാണ് ഈ ഹോസ്പിറ്റൽ, സ്കൂൾസ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഇവർ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നു അല്ലേ? പോലീസ് സ്റ്റേഷനുകൾ. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുന്നു. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതും എന്താണ്? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുന്നു. ഇതാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും എന്താണ്? താല്പര്യ സംരക്ഷണമാണ് നമ്മുടെ ഈ പൊതുഭരണത്തിലൂടെ നമ്മുടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത് അല്ലേ? എല്ലാവരുടെയും എന്താണ്? താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി പറഞ്ഞ ഒരു മഹത്തായ ഒരു ഇതുണ്ട്, ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഗാന്ധിജി പറഞ്ഞൊരു ഇതാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായൊരു ഒരുവൻ്റെ മുഖം
ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കുന്നതിന് മുൻപ് എന്താണ്, നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായൊരുവൻ്റെ മുഖം ഓർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകരമാവുമെന്ന് സ്വയം ചോദിക്കുക. ഇതാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ. അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ ഗാന്ധിജി എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ ഒരാശയമാണ് എന്ത്, ഗ്രാമസ്വരാജ്. അപ്പോൾ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്, നമ്മുടെ ഗാന്ധിജിയുടെ ആശയമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഒരു ആശയമാണിത്, ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഈ ആശയം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് ഗ്രാമസ്വരാജ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗ്രാമസ്വരാജ് ആരുടെ ആശയമാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്, ഗാന്ധിജിയുടെ ആശയമാണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മളിവിടെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാവുമെന്ന് സ്വയം ചോദിക്കുക. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണെന്ന് ഓർത്തിരിക്കാം. ഇനി ബ്യൂറോക്രസി. എന്താണ് ഈ ബ്യൂറോക്രസി? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലേ, ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് അല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്നത്. ഇവർ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് അപ്പോൾ എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ എന്താണ്, ഇത് വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും ഇവർ രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്, ഉദ്യോഗസ്ഥരാണ് അല്ലേ. ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എന്താണ്, അവർ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരാണ് അല്ലേ. അവരുടെ പോസ്റ്റ് എന്തായിരിക്കും, അവർ പെർമനൻ്റ് ആയിരിക്കും. പക്ഷേ ഈ മന്ത്രിമാരെന്ന് പറയുന്നത് എന്താണ്, അവർ പെർമനൻ്റ് ആയിരിക്കില്ല. അവർ ഓരോ 5 വർഷം കൂടുന്തോറും എന്താണ്, ഇലക്ഷൻ വരുമ്പോൾ മാറുന്നു അല്ലേ. പക്ഷേ ഉദ്യോഗസ്ഥർ എന്താണ്, അവർ സ്ഥിരമായിരിക്കും. മറ്റവരെന്താണ്, അവർ ടെമ്പററി ആയിരിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിലും അത് നടപ്പിലാക്കുന്നതിലൊക്കെ സഹായിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്, ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണെന്ന് ഓർത്തിരിക്കാം. ഇനി രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരു രാഷ്ട്രം പുരോഗതിയിലോട്ട് വരുന്നത്. ഇവയാണ് നമ്മൾ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്, ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളൊക്കെ ഉണ്ട്. അവരെന്തായിരിക്കും, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്, ഈ പറഞ്ഞതൊന്നല്ല, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇവരെന്താണ്, ഹയറാർക്കിൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് ശ്രേണീപരമായ സംഘാടനമാണ് അല്ലേ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും എന്താണ്,
കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ഉൾക്കൊള്ളുന്നൊരു രീതിയാണ്. ഇതിനെയാണ് നമ്മൾ ശ്രേണീപരമായ സംഘാടനം അല്ലേ. നമ്മൾ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. നമ്മൾ സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റ് സംസ്ഥാനത്തോട്ട് നോക്കുകയാണെങ്കിൽ ആരാണ്? അവിടെ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും ഉയർന്ന സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് ചീഫ് സെക്രട്ടറിയും നമ്മുടെ കേന്ദ്ര തലത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവരെന്തായിരിക്കും? ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അവരെ താഴോട്ട് പോകും തോറും എന്താണ്? താഴെ തലങ്ങളിലോട്ട് വരും തോറും അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രേണീപരമായ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ശ്രേണീപരമായ സംഘാടനമാണ്. പിന്നെ എന്താണ്? ഇവർ പെർമനൻ്റ് ആണ് അല്ലേ, ഇവർ സ്ഥിരതയുള്ളവരാണ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് ഒരു നിശ്ചിത പ്രായം വരെ അവരുടെ സേവനത്തിൽ തുടരാൻ പറ്റും. പക്ഷെ മന്ത്രിമാർ അങ്ങനെയാണോ? അല്ല. മന്ത്രിമാർ അവർ ഒരു നിശ്ചിത കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും മറ്റു പുതിയ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവർ സ്ഥിരമല്ല അല്ലേ, അവർ താൽക്കാലികമാണ്. അവർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാം. പക്ഷേ നമ്മുടെ പെർമനൻ്റ് അല്ലേ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് എന്താണ്? അവർ പെർമനൻ്റ് ആണ്. അവരുടെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസം നോക്കിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അവർക്ക് പ്രത്യേക നിയമന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു നിശ്ചിത പ്രായം വരെ എന്താണ് ഈ ഒരു ജോലിയിൽ തുടരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവർ സ്ഥിരതയായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രേണീപരമായ സംഘാടനം ഇവരുടെ പ്രത്യേകതയാണ്. സ്ഥിരത എന്ന് പറയുന്നത്, പെർമനൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയായിട്ട് എടുക്കാം. പിന്നീട് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു പ്രത്യേകതയാണ് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. നമ്മൾ നേരത്തെ പറഞ്ഞു അതെ, അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ IAS കാരാവണമെന്നുണ്ടെങ്കിൽ IPS, അതുപോലെ നമ്മളെ അഖിലേന്ത്യാ സർവീസിലോട്ടും കേന്ദ്ര സർവീസിലോട്ടൊക്കെ നമ്മളെ UPSC SSC തുടങ്ങിയവരുടെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ ഉണ്ട്, നിയമന രീതികളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കേരളത്തിലാണെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ, PSC എന്ന് പറയും. നമ്മൾ കേരളത്തിൽ കേരള PSC, അതുപോലെ ഓരോ സംസ്ഥാനത്തും പബ്ലിക് സർവീസ് കമ്മീഷനുകളുണ്ട്. അപ്പോൾ ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രത്യേക പരീക്ഷയൊക്കെ പാസ്സായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യുള്ളൂ. ഇൻ്റർവ്യൂ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവരെന്ത് പറയുന്നത്? ഇവർ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനമാണ്. പക്ഷെ മന്ത്രിമാരൊക്കെ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിയമിക്കുന്നത്? അല്ല. ഇവയെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഈ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. ഇവിടെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിയാണ്. ന്യൂട്രാലിറ്റി മീൻസ് നിഷ്പക്ഷത, അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്വില്ലാത്ത ഒരവസ്ഥ അല്ലേ. അവർക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയിലും അവർ ഇടപെടില്ല അല്ലേ. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ നയങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറയാൻ പാടില്ല അല്ലേ. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അവരെന്താണ് നിഷ്പക്ഷമായിട്ടുള്ള പ്രവർത്തനമായിരിക്കണം കാഴ്ചവെക്കേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വ് പുലർത്താൻ പാടില്ല അല്ലേ. രാഷ്ട്രീയ നിഷ്പക്ഷത എന്നതാണ് മറ്റൊരു ഉദ്യോഗസ്ഥ വൃദ്ധരുടെ മറ്റൊരു സവിശേഷത. പിന്നെന്താണ്? പ്രൊഫഷണലിസം, വൈദഗ്ധ്യം അല്ലേ. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും, അവർ അറിവുള്ളവരായിരിക്കും അല്ലേ. അതൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം,
ഇതൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥത്തിൻ്റെ സവിശേഷത. അപ്പോൾ ഉദ്യോഗസ്ഥത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത ഒന്ന് ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ, മറ്റൊന്ന് പെർമനൻസ് അല്ലേ, സ്ഥിരത, പിന്നെ അപ്പോയിൻമെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം. ഇതൊക്കെയാണ് നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് നമ്മുടെ ഭരണം സുഗമമാക്കുന്നത് അല്ലേ. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് എന്താണ് ഇത്തരം സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ? വിവിധ മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് ഇവയെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. അപ്പോൾ ഈ ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഓൾ ഇന്ത്യൻ സിവിൽ സർവീസ്. ഓൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ IAS, IPS, IFS ഇതാണ് നമ്മുടെ ഓൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ വരുന്നത്. IFS ഇല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇതാണ് നമ്മുടെ അഖിലേന്ത്യൻ സിവിൽ സർവീസിൽ വരുന്നത്. ഈ അഖിലേന്ത്യൻ സിവിൽ സർവീസിൽ ഉൾപ്പെടുന്നവരെ എന്താണ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ. UPSC എക്സാം വഴി നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇവരെ എന്താണ് കേന്ദ്ര സർവീസിലോട്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോട്ടോ നിയമിക്കപ്പെടുന്നു. നമുക്കറിയാം IAS ഉദ്യോഗസ്ഥരെ എന്താണ് കേന്ദ്ര സർവീസിലോട്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോട്ടോ ഇവരെ നിയമിക്കപ്പെടുന്നവരാണ്. IPSകാരും അങ്ങനെ തന്നെയാണ് അല്ലേ. SP അല്ലേ, SP ഒക്കെ ആണ് നമ്മളുടെ IPS ഉദ്യോഗസ്ഥർക്ക് SP ഒക്കെ ആവാം. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർവീസിലേക്കും അതുപോലെ എന്താണ് കേന്ദ്ര സർവീസിലോട്ടും നിയമിക്കപ്പെടുന്ന വിഭാഗമാണ് ഈ അഖിലേന്ത്യൻ സർവീസിലുള്ളത്. ഇവർ ആരൊക്കെയാണ് അഖിലേന്ത്യൻ സർവീസിലുള്ളത്? 3 വിഭാഗമാണ്. IAS, IPS, പിന്നെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയാണ് നമ്മൾ ഓൾ ഇന്ത്യൻ സർവീസിൽ ഉൾപ്പെടുന്നവർ. ഇനി മറ്റൊരു സിവിൽ സർവീസാണ് കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവരെന്താണ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഇവർ രണ്ട് കൂട്ടരും എന്താണ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ കേന്ദ്ര സർവീസ് അധികാരമുള്ള അല്ലേ കേന്ദ്ര സർവീസിൽ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ മാത്രമായിരിക്കും ഇവരെ നിയമിക്കപ്പെടുന്നത്. അതുപോലെ ഇവിടെ ആരൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇതൊക്കെ ഓൾ ഇന്ത്യൻ സർവീസ് അഥവാ അഖിലേന്ത്യൻ സർവീസിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ് അഥവാ ഇന്ത്യൻ റെയിൽവേ സർവീസൊക്കെ കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നതാണ്. പിന്നീട് വരുന്നതാണ് സംസ്ഥാന സർവീസ്. ഈ സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലാണ് ഇവയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലൊക്കെ നിയമിക്കപ്പെടുന്നത് ആരാണ്? നമ്മുടെ സംസ്ഥാന സർവീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ എന്താണ് നമ്മുടെ സംസ്ഥാന സർവീസിൽ വരുന്നവരാണ്, സെയിൽസ് ടാക്സ് ഓഫീസറെല്ലാം. അപ്പോൾ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നവരാണ് സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പോൾ നികുതി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പാണ്. അപ്പോൾ അതിൽ സെയിൽസ് ടാക്സ് ഓഫീസറെയൊക്കെ നിയമിക്കാൻ അധികാരം സംസ്ഥാന സർവീസുകൾക്കാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു 3 കാറ്റഗറിയാണ്. അഖിലേന്ത്യൻ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഈ സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും
ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവും. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും ആ സംസ്ഥാനങ്ങളിൽ നിയമനം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ കേരള PSC വഴിയാണ് നമ്മൾ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർവീസിലേക്കും അതുപോലെ അഖിലേന്ത്യാ സർവീസിലേക്കൊക്കെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC അല്ലേ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രകാരമാണ് അല്ലേ. അപ്പോൾ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഒക്കെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമാണ്. അപ്പോൾ ഇതിലെ അംഗങ്ങളെയും അതുപോലെ ചെയർമാനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും അല്ലേ. ഇവയെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഈ UPSCക്ക് ഉണ്ട്. അപ്പോൾ UPSC എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കൊക്കെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. അപ്പോൾ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനായിരിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനായിരിക്കും. ഇവിടുത്തെ ചെയർമാൻ UPSC മറ്റേ അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലും UPSC ആണ് നടത്തുന്നത്. അവിടുത്തെ UPSCയിലെ ചെയർമാനെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി ആണെങ്കിൽ നമ്മുടെ PSCയുടെ ചെയർമാനെയും അതുപോലെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും? നമ്മളെ സ്റ്റേറ്റിലെ ഗവർണറായിരിക്കും. അപ്പോൾ UPSCയുടെ കാര്യം വരുമ്പോൾ രാഷ്ട്രപതിയും അതുപോലെ PSCയുടെ കാര്യം വരുമ്പോൾ ഗവർണറുമായിരിക്കും അംഗങ്ങളെയും അതുപോലെ ചെയർമാനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ PSCയും അതുപോലെ UPSCയും നമ്മുടെ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ട് വന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. UPSCയും അതുപോലെ PSCയും ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ജില്ലാ കളക്ടറെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ആരാണ് ഈ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്? നമ്മുടെ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് അല്ലേ. ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടറായിട്ട് നിയമിക്കുന്നത്. ഇവരെ നമ്മൾ എന്താണ് പറയുന്നത്? ജില്ലാ മജിസ്ട്രേറ്റ് എന്നൊക്കെ പറയും അല്ലേ, എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജില്ലാ കളക്ടറേറ്റ്. ഇപ്പം നമ്മൾ IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായിട്ട് നിയമിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. UPSC ഇതിന് വേണ്ടി ഒരു മത്സര പരീക്ഷയൊക്കെ നടത്തുന്നുണ്ട്. മത്സര പരീക്ഷ 2 ഘട്ടങ്ങളായിട്ടാണ്. പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അതുപോലെ മെയിൻ എക്സാം ഉണ്ടാവും അല്ലേ. ഇത് രണ്ടും പാസ്സാകുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇത് 3ഉം ഫൈനലി പാസ്സാകുന്നവർക്കായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് നമ്മുടെ ഈ എക്സാമിനുള്ള യോഗ്യത എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയൊക്കെ ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തിയിട്ട് പരിശീലനം നൽകുന്നു. അപ്പോൾ ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയാണ് IPS അല്ലേ. കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷ. അപ്പോൾ IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഈ 3 അഖിലേന്ത്യാ സർവീസുകളിലേക്കും എക്സാം നടത്തുന്നത് UPSC ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ.
ഇനി എന്താണ് ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ്റുകൾ പല നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് നമ്മൾ ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭരണം കാര്യക്ഷമവും ജനസൗഹൃദമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ എന്താണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷനുകൾ അല്ലേ, ഈ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ, രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ, മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ, നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ, അങ്ങനെ ഒരു 4 ഭരണപരിഷ്കാര കമ്മീഷനാണ് നമ്മുടെ കേരളത്തിൽ. ഇന്ത്യയിലാണെങ്കിൽ 2 ഭരണപരിഷ്കാര കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിഷ്കാര കമ്മീഷനുകളൊക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.